ഹലോ ഗൈസ്, എല്ലാവർക്കും ഡയഹാഡ് KBFC എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൈസ്, സംഭവം കുറച്ച് സീരിയസ് ആയിരിക്കുകയാണ്. വേറൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് FC മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നടന്ന സംഭവം തന്നെ. പഞ്ചാബ് FC താരമായിട്ടുള്ള ലൂക്ക മജിസനും ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള രാഹുൽ KPയും തമ്മിലുള്ള ആ ഒരു ഹെവി കോണ്ടാക്ട്, ആ ഒരു കൂട്ടിയിടി ഇപ്പോൾ ലൂക്ക മജിസനെ വലിയൊരു ഇഞ്ചുറിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. പഞ്ചാബ് തന്നെ ഇപ്പോൾ ലൂക്കയുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള രാഹുലിന്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു അൺവാണ്ടഡ് ഫൗളിനെ തുടർന്ന് ലൂക്ക മജിസന്റെ താടിയലിന് 2 ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ സർജറിക്ക് വിധേയനാകാൻ പോവുകയാണ്. ഏകദേശം 2 മാസത്തോളം അദ്ദേഹത്തിന് ഇനി കളിക്കാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോൾ രാഹുൽ KPക്കെതിരെ പഞ്ചാബ് FC ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡിസ്ക്രിമിനറി കമ്മിറ്റിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. രാഹുൽ പർപ്പസ്ഫുള്ളി ഇത് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പഞ്ചാബ് പരാതി കൊടുത്തിരിക്കുന്നത്. രാഹുലിനെ വരും മത്സരങ്ങളിൽ നിന്ന് വിലക്കണമെന്നുള്ളത് തന്നെയായിരിക്കും പഞ്ചാബിന്റെ ആവശ്യവും. എന്തായാലും ആരാധകരും 2 ചേരിയിലായി തിരിഞ്ഞാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. ഒരു വിഭാഗം ആരാധകർ രാഹുൽ ചെയ്തതിനെ പൂർണ്ണമായി അനുകൂലിക്കുകയും ഒരു വിഭാഗം ആരാധകർ രാഹുൽ ചെയ്തതിനെ പൂർണ്ണമായും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, രാഹുൽ ചെയ്തതൊരു ഫൗൾ ആണോ എന്ന് പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് സംശയമാണ്. കാരണം എയറിൽ നിൽക്കുന്ന പന്ത് 2 ടീമിലെ പ്ലേയേഴ്സും ഒരുപോലെ വന്ന് അറ്റംപ്റ്റ് ചെയ്യുകയാണ്. രാഹുൽ തന്നെയാണ് ആദ്യം പന്തിൽ ടച്ച് ചെയ്യുന്നത് എന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. രാഹുലിനെ ഇവിടെ വിമർശിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലൂക്ക മജിസൻ ആ ഒരു പന്ത് എടുത്തുകൊണ്ട് പോകുമ്പോൾ രാഹുൽ കൈയും കെട്ടി നോക്കി നിൽക്കണോ? എതിർ ടീം പ്ലെയറിന്റെ കയ്യിൽ ആ ഒരു പന്ത് കിട്ടുന്നതിന് മുന്നേ തന്നെ രാഹുൽ ഓടി വന്നത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. ഇതൊക്കെ ഫുട്ബോളിൽ എല്ലാ ഡിഫൻഡേഴ്സും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയല്ലേ? രാഹുൽ ഭയങ്കര അഗ്രസീവായിട്ടാണ് കളിച്ചത് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ തന്നെ ഫിസിക്കലി അഗ്രസീവായിട്ട് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയല്ലേ? രാഹുൽ ചെയ്തത് ഒരു ഫൗളായിട്ട് പോലും ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ലൂക്ക മജിസിന് സംഭവിച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചുറി ഏതൊരു പ്ലെയർക്കും ഏതൊരു സമയത്തും കളിക്കളത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു ആക്സിഡന്റ് മാത്രമാണ്. എന്തായാലും രാഹുൽ തന്നെയാണ് ബോൾ വോൺ ചെയ്തെന്നും രാഹുലിന്റെ ഒരു ക്ലീൻ ചാലഞ്ച് ആണെന്ന് ഇപ്പോൾ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഗോൾ കീപ്പർ ആയിട്ടുള്ള അരിന്ദം ഭട്ടാചാര്യ തന്നെ പറയുന്നു. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ലൂക്ക മജിസിന് സംഭവിച്ചിരിക്കുന്ന ഒരു സാധാരണ ഫുട്ബോൾ മാച്ചിൽ നടക്കുന്ന ഒരു ആക്സിഡന്റ് മാത്രമാണ്. ചിലരൊക്കെ ഇവിടെ രാഹുൽ ലൂക്ക മജിസിനെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നൊക്കെ വരെ പറയുന്നുണ്ട്. എന്ത് പറയാനാ? ഐ കാൻ സേ ലൈക്ക് ദാറ്റ്. ഇനി എല്ലാം ഓക്കെ, രാഹുൽ ചെയ്തത് ഒരു അൺവാണ്ടഡ് ഫൗൾ തന്നെയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. രാഹുലിന് ആ ഒരു ഇൻസിഡന്റ് അവിടെ യെല്ലോ കാർഡ് കിട്ടിയതല്ലേ? ഇനി അതൊരു വലിയൊരു ബാനിലേക്കൊക്കെ പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.